ഹലോ. ഒന്നൊന്നര ആഴ്ചയെങ്കിലും ആയി കാണും അല്ലേ ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. വേറൊന്നുമല്ല, നല്ല പരീക്ഷാ തിരക്കായിരുന്നു. പഠിക്കുന്നതിനൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. അത് കാരണം തന്നെ എനിക്ക് ഒട്ടും ഇത് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നേയില്ല. എന്താവും എന്തൊരു രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഈ മുറ്റത്ത് നിറച്ച് ഈ പിച്ച് പൂവാണ് കേട്ടോ. ഒരു ദിവസം നിൽക്കത്തുള്ളൂ, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഇന്ന് വന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, അന്ന് ഞാൻ പറഞ്ഞ സീനിയുടെ അപ്ഡേറ്റ് കാണിക്കാനാണ്. പരീക്ഷയുടെ തിരക്ക് കാരണം എനിക്ക് എല്ലാ ദിവസവും ഇതിൻ്റെ ഗ്രോത്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും 1-2 വട്ടമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ടൊരാഴ്ചയപ്പം ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റേജ്. എല്ലാ നോടിയിൽ നിന്ന് ഓരോ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിലും ഒരു മുട്ട്. അപ്പം ഞാൻ അതെല്ലാം പിച്ച് കളഞ്ഞ്. മുട്ട് വന്നാൽ ഗ്രോത്ത് അത്ര നന്നായിട്ട് പോകത്തില്ല. മുട്ട പിച്ച് കളഞ്ഞൊന്നും ഒരു വിഷം വേണ്ട, അവിടെ നിന്നൊക്കെ 2-3 ബ്രാഞ്ചസ് ആയിട്ട് വന്നോളും. ഏകദേശം 1.5 ആഴ്ച ആയപ്പോഴത്തേക്കുള്ള റിസൾട്ട് കണ്ടേ. ഇതാണ് കേട്ടോ. ഇങ്ങനൊരു 5-8 സെൻറ്റിമീറ്ററിൽ അതങ്ങ് വളർന്നു വന്നിട്ടുണ്ട്. എല്ലാ നോടിയിൽ നിന്ന് ഇഷ്ടമാതിരി കൊമ്പുകൾ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, എല്ലാ നോടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ കമ്പിനൊക്കെ കുറച്ചുകൂടെ ഒന്ന് കട്ടി വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ്. കമത്തിയിടുക, ഇടക്ക് മണ്ണിട്ട് കൊടുക്കുക. ഇതിൻ്റെ മദർ പ്ലാന്റ് അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പം നിറച്ച് പൂക്കളായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ. ഇത് നിൽക്കും തോറും ഭംഗി കൂടി വരുന്ന ചെടിയാണേ. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഡാർക്കാകും. അപ്പം കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട്. സെൻറ്റർ ഭാഗമൊക്കെ കുറച്ച് ബ്ലാക്ക് ആയിട്ട് വരും. അത് കാരണം ഇതിന് സ്റ്റാർ സീനിന്ന് മാത്രമല്ല മമ്മൂട്ടി ചെടി എന്നൊക്കെ പേരുണ്ട് കേട്ടോ. പ്രായം കൂടുന്തോറും ഭംഗി കൂടുന്ന അർത്ഥത്തിൽ. നേരത്തെ കണ്ടയില്ലേ, അതൊന്ന് വാങ്ങിച്ച ബോൾസത്തിൻ്റെ കട്ടിങ്സ് ആണേ. പിടിച്ചു വരുന്നേ ഉള്ളൂ.